ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്നാണ് ആംഗ്ലോ-മൈസൂർ യുദ്ധങ്ങൾ. ഒന്നാം ആംഗ്ലോ-മൈസൂർ യുദ്ധം നടന്നത് 1767 മുതൽ 69 വരെയാണ്. അതിൽ ഹൈദർ അലി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. അതിനുശേഷം മദ്രാസ് ഉടമ്പടിയിൽ അവർ ഒപ്പുവെച്ചു. രണ്ടാം ആംഗ്ലോ-മൈസൂർ യുദ്ധം നടന്നത് 1780 മുതൽ 84 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതിനിടയിൽ ഹൈദർ അലി മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ ഈ യുദ്ധം തുടർന്നു. 1984 മംഗലാപുരം ഉടമ്പടിയിലൂടെ ഈ യുദ്ധം അവസാനിച്ചു. മൂന്നാം യുദ്ധം 1790 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. കോൺവാലിസ് പ്രഭു ബാംഗ്ലൂർ പിടിച്ചെടുത്തു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ഈ യുദ്ധം അവസാനിച്ചു. ടിപ്പു തൻ്റെ പ്രദേശത്തിൻ്റെ പകുതി വിട്ടുകൊടുത്തു. ടിപ്പു സുൽത്താൻ തൻ്റെ 2 ആൺമക്കളെ ബ്രിട്ടീഷുകാർക്ക് ബന്ദികളാക്കി വിട്ടുകൊടുക്കാൻ നിർബന്ധിതനായി. ഫ്രഞ്ച് വിപ്ലവത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വൃക്ഷം നട്ടു. 1799 നടന്ന നാലാം ആംഗ്ലോ-മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാർക്ക് നേതൃത്വം നൽകി. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു.